അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 21ാമത്തെ പാഠം അദ്ദർസുൽ ഹാദി വൽ ഇശ്റൂൻ ഹുദൽ ലിന്നാസ്. ഉസ്താദെ, അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യന് എങ്ങനെ അറിയും? ഹബീബാണ് അത് ചോദിച്ചത്. അതിനാണ് അല്ലാഹു തആല മുർസലുകളെ നിയോഗിച്ചത്. അവരിൽ ചിലർക്ക് കിതാബുകൾ നൽകി. എത്ര കിതാബുകളാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്? 4 കിതാബുകളും 100 ഏടുകളും. തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനുമാണ് കിതാബുകൾ. ആദം നബി അലൈഹിസ്സലാമിന് 10, ഷീസ് നബി അലൈഹിസ്സലാമിന് 50, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30, ഇബ്രാഹിം അലൈഹിസ്സലാമിന് 10, ഇങ്ങനെ 100 ഏടുകൾ. ഈ കിതാബുകളും ഏടുകളും ഇപ്പോൾ നിലവിലുണ്ടോ? പരിശുദ്ധ ഖുർആൻ സുരക്ഷിതമായി നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവയുടെ സ്ഥിതി അതല്ല. അവയ്ക്കെന്ത് സംഭവിച്ചു? അവയിൽ പലതും സ്മൃതമായി, പലതിലും കൈകടത്തലുകളുണ്ടായി, പലതും എഴുതി ചേർക്കപ്പെട്ടു. അപ്പോൾ ഇന്ന് നാം കാണുന്ന ബൈബിളിൻ്റെ അവസ്ഥ എന്താണ്? ഈസാ അലൈഹിസ്സലാമിന് അവതരിപ്പിച്ച ഇഞ്ചീലോ മൂസാ അലൈഹിസ്സലാമിന് അവതരിപ്പിച്ച തൗറാത്തോ തനി രൂപത്തിൽ ഇന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുന്നവർക്ക് നാശം. അവർ പറയുന്നു, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവർ അങ്ങനെ പറഞ്ഞത്. അവർ എഴുതിയുണ്ടാക്കുന്നത് മൂലം അവർക്ക് നാശം. അതിലൂടെ അവർ സമ്പാദിക്കുന്നതും അവർക്ക് നാശം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെച്ച് തൗറാത്ത് വായിച്ചു. അപ്പോൾ അവിടുന്ന് ഗൗരവത്തോടെ ഇങ്ങനെ പറഞ്ഞു, വലൗ കാന മൂസാ ഹയ്യൻ മാ വസ്സിഅഹു ഇല്ലത്തിബായി. മൂസാ അലൈഹിസ്സലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിന്തുടരുകയല്ലാതെ അദ്ദേഹത്തിന് നിർവാഹമുണ്ടാകുമായിരുന്നില്ല. അവസാന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ പൂർവ്വവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരൂ. മനുഷ്യൻ്റെ ഇരുലോക വിജയത്തിന് ആവശ്യമായതെല്ലാം അതിലുണ്ട്. അത് അന്ത്യനാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കുകയും ചെയ്യും. അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് നാമാണ്. നിശ്ചയം നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ആയത്തിൽ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അദ്ദിക്ർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ ഖുർആനിന് വേറെയും പേരുകൾ ഉണ്ടോ? അതെ, അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ എന്നിങ്ങനെ പല പേരുകളും ഖുർആനിനുണ്ട്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഹാദി വൽ ഇശ്റൂൻ ഹുദൽ ലിന്നാസ്. ചേരുമ്പടി ചേർക്കുക. തൗറാത്ത് സി മൂസാ അലൈഹിസ്സലാം, 2 സബൂർ എ ദാവൂദ് അലൈഹിസ്സലാം, 3 ഇഞ്ചീൽ ഡി ഈസാ അലൈഹിസ്സലാം, 4 ഖുർആൻ ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാ ആദം അലൈഹിസ്സലാം സി 10 ഏടുകൾ, ഷീസ് അലൈഹിസ്സലാം എ 50 ഏടുകൾ, ഇദ്രീസ് അലൈഹിസ്സലാം ഡി 30 ഏടുകൾ, ഇബ്രാഹിം അലൈഹിസ്സലാം ബി 10 ഏടുകൾ. ഇനി പൂരിപ്പിക്കുക. നുക്കമ്മിൽ. 1 അല്ലാഹു തആല ഡാഷ് കിതാബുകൾ അവതരിപ്പിച്ചു. 4 2 വിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ ഡാഷ് എല്ലാം ദുർബലപ്പെട്ടു, പൂർവ്വവേദങ്ങൾ. 3 മനുഷ്യൻ്റെ ഡാഷ് വിജയത്തിന് ആവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്, ഇരുലോക. 4 പരിശുദ്ധ ഖുർആൻ ഡാഷ് വരെ സുരക്ഷിതമായി നിലനിൽക്കും, അന്ത്യനാൾ. ഇനി നുജീബ്, ഉത്തരം എഴുതുക. അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യർ എങ്ങനെ അറിയും? അതിനാണ് അല്ലാഹു തആല മുർസലുകളെ നിയോഗിച്ചത്. 2 വിശുദ്ധ ഖുർആൻ അല്ലാത്ത വേദഗ്രന്ഥങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്? അവയിൽ പലതും വിസ്മൃതമായി, പലതിലും കൈക്കടത്തലുകൾ ഉണ്ടായി, പലതിലും എഴുതി ചേർക്കപ്പെട്ടു. ഇനി 3 തൗറാത്ത് വായിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? മൂസാ അലൈഹിസ്സലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിന്തുടരുകയല്ലാതെ അദ്ദേഹത്തിന് നിർവാഹമുണ്ടാകുമായിരുന്നില്ല. ഇനി 4 പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റൊരു പേര് അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ.
ഇനി നാലാമത്തവർക്ക് തഖ്സീസ്, അള്ളാഹു താലയുടെ നിയമങ്ങൾ എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, അള്ളാഹു താലയുടെ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ഞാൻ അല്പം പറയാം. അള്ളാഹു താലയുടെ നിയമങ്ങൾ മനുഷ്യൻ എങ്ങനെ അറിയും? അതിനാണ് അള്ളാഹു താല മുർസലുകളെ നിയോഗിച്ചത്. അവരിൽ ചിലർക്ക് കിതാബുകൾ നൽകി. കിതാബുകളും 100 ഏടുകളും നൽകി. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആനുമാണത്. ആദം നബിക്ക് 10, ഷീസ് നബിക്ക് 50, ഇദ്രീസ് നബിക്ക് 30, ഇബ്രാഹിം നബിക്ക് 10. ഇങ്ങനെയാണ് 100 ഏടുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.